ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ്. നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം. എംപറർ കാർഡ്. ഈ കാർഡ് പറയുന്നു, വികാരത്തിന് മുകളിൽ യുക്തിയുടെയും ഹൃദയത്തിന് മുകളിൽ മനസ്സിൻ്റെയും ആധിപത്യത്തെ സൂചിപ്പിക്കുന്ന എനർജിയാണിത്. നിങ്ങളുടെ ആശയങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഏകാഗ്രത, ഘടന, സ്ഥിരത, ശ്രദ്ധ എന്നിവ ആവശ്യമാണ്. ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരണം, അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ സ്ട്രെങ്ത്. എന്തൊക്കെയോ ചില ഐഡിയാസ് പെട്ടെന്ന് വരും, എന്നിട്ട് എവിടെ നിന്നൊക്കെ എനർജീസ് ഉണ്ടാക്കി എന്തൊക്കെയോ ചെയ്ത് അത് തുടങ്ങി വയ്ക്കും. പിന്നെ ആ വഴിക്കേ പോകില്ല. ഇതാണ് നിങ്ങളുടെ ചില സമയത്തെ കാര്യങ്ങൾ. ആരംഭശൂരത്വം മാത്രം. ഇതാണ് നിങ്ങളുടെ വീക്ക്നെസ്സായി കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കായി നിങ്ങൾ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കണം. തുടങ്ങി വെച്ച അല്ലെങ്കിൽ ഏൽപ്പിച്ച ജോലി പൂർത്തിയാകുന്നതുവരെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അത് സ്വയം വികസനത്തിൻ്റെയോ മെച്ചപ്പെടുത്തലിൻ്റെയോ ഒരു യാത്രയിലേക്ക് വിരൽ ചൂണ്ടിയേക്കാം. അതിൽ ഒരു ദിനചര്യ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ വിജയത്തെ പിന്തുണയ്ക്കും. നിങ്ങളുടെ പാതയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകാം, പക്ഷേ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്വയം സംയമനം പാലിക്കുകയും നിങ്ങളുടെ കഴിവുകളിൽ ആത്മവിശ്വാസം പുലർത്തുകയും ചെയ്താൽ നിങ്ങൾ വിജയിക്കും. ഇനി നിങ്ങൾക്കുള്ള ത്രെറ്റ് അഥവാ ഭീഷണി എന്നതിന് 3 ഓഫ് സോർഡ്സ് എന്ന കാർഡാണ് ലഭിച്ചിരിക്കുന്നത്. സാധാരണയായി ഇമോഷണലി കുറച്ച് ബുദ്ധിമുട്ടിൻ്റെയോ കഷ്ടപ്പാടിൻ്റെയോ ഒരു കാലഘട്ടത്തെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതിനാൽ ഏത് സാഹചര്യവും ആശയക്കുഴപ്പം, അസ്വസ്ഥത, പ്രക്ഷോഭം എന്നിവ കൊണ്ടുവരും. നിങ്ങൾ വൈകാരികമായി വഞ്ചിക്കപ്പെട്ടതായി തോന്നും. ഈ അവസ്ഥ ചിലർക്കെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്ക്, വിഷാദം തുടങ്ങിയവ ഉണ്ടാക്കിയേക്കാം. ഇതിൽ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ സ്പ്രെഡിൽ നിന്ന് ലഭിക്കുന്ന മെസ്സേജ്. താങ്ക് യു ഡിയേഴ്സ്.